ഇന്ന് ഈ ദൗത്യം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം ബോട്ടിൽ പുഴയിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ സംഘം നദിയിലിറങ്ങി പരിശോധന ആരംഭിച്ചത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഈ പോലീസ് നിഷ്കർഷിച്ച ദൂരപരിധിക്കും വളരെ ദൂരെ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് അവിടെ ഇന്ന് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അവിടെ നിന്നും വളരെ മാറിയുള്ള ദൂരെ നിന്നുകൊണ്ട് ഈ ക്യാമറയിൽ സൂം ചെയ്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് ഇപ്പോൾ നാവികസേനയിലെ 3 ഡിങ്കി ബോട്ടുകൾ നാവികസേനയിൽ ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങൽ വിദഗ്ധർ ഇറങ്ങിയിട്ടില്ല. പകരം ഈ ഒഴുക്കിന്റെ കറണ്ട് എത്രത്തോളമാണ് എന്നുള്ളത്, ഒഴുക്കിന്റെ ശക്തി എത്രത്തോളമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം ഈ ഒരു തിരച്ചിലിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ അതിശക്തമായ മഴയാണ്. ഗംഗാവാലി മേഖലയിൽ ഉൾപ്പെടെ പേമാരിയാണ്. മണിക്കൂറുകളായി തുടരുന്ന മഴ പലപ്പോഴും ഇതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മഴ മാറി നിന്നപ്പോഴാണ് ഇപ്പോൾ ബോട്ടുമായി ഈ ദൗത്യ സംഘം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. രാവിലെ 7:30 മുതൽക്ക് തന്നെ ഈ ദൗത്യ സംഘം ബോട്ടുകൾ തയ്യാറാക്കി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു. എന്നാൽ ശക്തമായ അടിയൊഴുക്കും മേഖലയിലുള്ള കനത്ത മഴയും ആ ഒരു ദൗത്യം ദുഷ്കരമാക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നാവികസേനയുടെ 3 ഡിങ്കി ബോട്ടുകൾ നദിയിൽ പരിശോധന നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോറി ഉള്ള സ്ഥലത്തല്ല, അതിന്റെ താഴെ ഭാഗത്താണ് ഇപ്പോൾ ഈ ഡിങ്കി ബോട്ടുകൾ ഉള്ളത്. അല്പം കൂടി മുകളിലേക്ക്, അതായത് ഒഴുക്കിന് എതിർദിശയിൽ ഈ ബോട്ടുകൾക്ക് മുന്നോട്ട് പോയാലാണ് ഈ ലോറിയുള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിയുക. അവിടേക്ക് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിന് മുന്നോടിയായി ഈ പുഴയുടെ ഒരു ഘടന, ഇപ്പോഴുള്ള ഒഴുക്കും മറ്റു കാര്യങ്ങളും പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒഴുക്ക്, ഗംഗാവാലി നദിയിലെ ഒഴുക്ക് വളരെ ശക്തമായ ഒഴുക്കാണ്. കഴിഞ്ഞ ദിവസം ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന നാവികസേനയിലെ ആളുകൾ പറഞ്ഞത്, ഈ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 20-25 മീറ്റർ അപ്പുറത്തേക്ക് അടിയിലൂടെ ഒഴുകി പോകുന്നു. അവിടെ നിലയുറപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒഴുക്കാണുള്ളത് എന്നുള്ളതാണ്. അതുതന്നെയായിരിക്കും ഇന്നും ഈ പറയുന്ന തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഏതായാലും ഇന്നത്തെ തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങൾ, ഒന്ന് ഈ പറയുന്ന പുതിയ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഐബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നദിയുടെ ആഴങ്ങളിലുള്ള അർജുന്റെ ബോട്ടിന്റെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക, അതിന്റെ നിലവിലുള്ള ഏത് പൊസിഷനിലാണ് അതുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തുടങ്ങിയ പരിശോധനകളാണ്. ആ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി അതിന്റെ ഉപകരണങ്ങൾ, പ്രധാന ഭാഗങ്ങൾ ഇവിടെ എത്തിക്കുകയും ടെന്റ് ഉൾപ്പെടെ സജ്ജമാക്കി കൺട്രോൾ റൂം ഒരുക്കി അതിന്റെ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു ബാറ്ററി സംവിധാനം കൂടി എത്താനുണ്ട്. അത് എത്തുന്നതോടുകൂടി 1 മണിക്കൂറിനകം തന്നെ ആ പരിശോധന ആരംഭിക്കും. വളരെ കുറച്ചുകൂടി വ്യക്തമായ ചിത്രങ്ങൾ ഈ ഒരു സംവിധാനം, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തി കഴിഞ്ഞാൽ ആഴങ്ങളിലുള്ള വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കും. അത് കരക്കടിയിലുള്ളതും അതോടൊപ്പം തന്നെ മഞ്ഞുപാളികൾക്ക് അടിയിലുള്ള വസ്തുക്കളുടെ വലിയ ഡാമുകളുടെ എല്ലാം അതിന്റെ അടിഭാഗം പരിശോധിക്കുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനം ഉപയോഗിച്ചായിരിക്കും ഇവിടെ പരിശോധന നടത്തുക. അതൊരു ഘട്ടം. മറ്റൊന്ന് നേരിട്ടുള്ള പരിശോധനയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ ഗംഗാവാലി പുഴയിലേക്ക് ഊളിയിട്ട് നദിയുടെ അടിഭാഗത്ത് ചെന്ന് ലോറിയുള്ള സ്ഥലത്ത് നേരിട്ട് നടത്തുന്ന പരിശോധന. അതിൽ മാത്രമേ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ തിരച്ചിലിന്റെ, ഈ ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത്. അർജുനെ അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ അർജുനെ ഉടൻ തന്നെ കരയിലേക്ക് എത്തിക്കുന്നതിനേക്കായിരിക്കും ശ്രമം നടത്തുക. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്, സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ മാത്രമായിരിക്കും ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രക്ക് ഉയർത്തുന്ന നടപടികളിലേക്ക് കടക്കുക. ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അർജുനെ കണ്ടെത്തുന്നതിന് തന്നെയാണ്. അതുകൊണ്ട് അർജുൻ ഈ ക്യാബിനിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നാവികസേനയുടെ, നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി ഈ ലോറിക്ക്, ട്രക്കിനടുത്തേക്ക് എത്തിയുള്ള പരിശോധന നടത്തണം. അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം അവിടെ സ്ഥിരീകരിക്കണം. അതാണ് ഇനി അറിയാനുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം അനുനിമിഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം. അതുതന്നെയാണ് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇതിന്റെ തിരച്ചിലിന്റെ പുരോഗതിയാണ് ഈ എല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ദുർഘടമായ സാഹചര്യമായിട്ടും ഇവിടെ നിന്ന് നമുക്ക് പോകാൻ കഴിയുന്ന പരമാവധി ദൂരത്ത് എത്തിക്കൊണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങളും വാർത്തകളും എല്ലാം നൽകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അല്പം മഴ മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗംഗാവാലി പുഴയിൽ ഈ നാവികസേന ദൗത്യ സംഘം ഇപ്പോൾ ബോട്ട്
ബോട്ടിൽ ഇറങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഇന്നുണ്ടായിട്ടുള്ള ഒരു പുരോഗതി. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ഐബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ആരംഭിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഈ ഓപ്പറേഷൻ ഈ ഷിരൂരിൽ നടക്കുന്ന ഈ ദൗത്യം പുരോഗമിക്കുന്നത്. നീലിമ, സന്തോഷം, ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പുഴയുടെ ദൃശ്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്നതാണ്. ഇനിയിപ്പോൾ ഐബോർഡിലേക്കുള്ള ബാറ്ററി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലത്തെ ഒരു പ്ലാൻ അനുസരിച്ച് 11:30 ഈ തെരച്ചിൽ നടത്താൻ കഴിയും, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ കഴിയുമെന്നായിരുന്നു ഒരു വിശ്വാസം. പക്ഷേ ഈ ട്രെയിൻ ലേറ്റായി, രാജധാനി എക്സ്പ്രസ്സിലാണ് കൊണ്ടുവന്നത്, ട്രെയിൻ എത്താൻ വൈകി. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയും അല്പസമയം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത, വൈകാനുള്ള സാധ്യത ഉണ്ടോ? അത്തരം വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ഇപ്പോൾ? തീർച്ചയായും നീലിമ, അതിൽ ഒരു പുതിയ, നേരത്തെ ഉള്ളതിനേക്കാൾ മറ്റൊരു പുതിയ അപ്ഡേറ്റ് നൽകാനുള്ളത്, ഒരു ബൂം എക്സ്കവേറ്റർ കൂടി എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ രണ്ടാമതൊന്ന് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഒരു ബൂം കൂടി എത്തിച്ച് ഈ പരമാവധി മണ്ണ് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ ബ്രേക്കിംഗ് വാർത്തയായി ഉൾപ്പെടെ പ്രേക്ഷകരെ അറിയിക്കാവുന്നതാണ്. രണ്ടാമത്തെ ബൂം മെഷീൻ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതേസമയം തന്നെയാണ് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഡിങ്കി ബോട്ടുകളിൽ 3 ബോട്ടുകളിലായി നദിയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവർ ഈ പറയുന്ന ലോറി ഉള്ള പ്രദേശത്ത് ഈ ട്രക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആവശ്യമായിട്ടുള്ള പരിശോധന, അതിന്റെ ചുറ്റുവട്ടത്തുള്ള പരിശോധന നടത്തുകയാണ്. ഈ ദൗത്യം അതായത് അതിൻ്റെതായ സമയമെടുക്കും. ഇവിടെ നേരിട്ട് ഈ കാര്യങ്ങൾ, ഇവിടെയുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമേ എത്ര ദുർഘടമാണ് ഈ ദൗത്യ സംഘം എത്ര ദുഷ്കരമായ ഒരു അന്തരീക്ഷത്തിലാണ് അവരുടെ ജോലി ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനമായത്, വെല്ലുവിളി ഉയർത്തുന്നത് ഈ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. അതിശക്തമായ കാറ്റും മഴയുമാണ്. മാത്രമല്ല ഗംഗാവാലി പുഴയുടെ ഒരു സ്വഭാവം, അത് കുത്തി ഒഴുകുന്ന ഗംഗാവാലി പുഴയാണ്. അത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ മഴ കനക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും വെള്ളം ഒഴുകിയെത്തി ചെറിയ തോടുകളും പുഴകളും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഈ ഷിരൂരിലെ സമതല പ്രദേശത്തോടുകൂടി ഒഴുകി കടലിൽ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഗംഗാവാലി പുഴയിൽ അപകടം നടന്ന ഷിരൂരിലെ പ്രദേശം. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒഴുക്ക്, സാധാരണഗതിയിൽ നമുക്ക് ചില പുഴകളിൽ ഈ മഴക്കാലത്തെല്ലാം മേൽത്തട്ട് ശാന്തമായിരിക്കുന്നതായി കാണാൻ കഴിയും, പക്ഷേ അടിത്തട്ടിൽ ശക്തമായ ഒഴുക്കുണ്ടാകും. പക്ഷെ ഇവിടെ ഈ ഗംഗാവാലി പുഴയിൽ മേൽത്തട്ടിലും അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് കാണുന്നത്. അതിന്റെ 10 മടങ്ങ് ഒഴുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് നേവിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുഷ്കരമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ്. എങ്കിലും ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് കാലാവസ്ഥയെല്ലാം തന്നെ തെളിയുന്ന സമയത്ത്, കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഗംഗാവാലിയിലെ തിരച്ചിൽ ഈ ദൗത്യ സംഘം പുനരാരംഭിക്കുകയാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യം കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം വരെയും നമുക്ക് ഈ ദിവസം 8 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ഒരു തരത്തിലുള്ള തുമ്പ് കിട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് തന്നെ നമുക്ക് അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള റിപ്പോർട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത്. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തീരത്ത് നിന്നും 20 മീറ്റർ മാറി വെള്ളത്തിലേക്ക് 15 അടി താഴ്ചയിൽ ഈ അർജുന്റെ ലോറിയുണ്ട് എന്നുള്ള സ്ഥിരീകരണം, അത് ഭാരത് ബെൻസിന്റെ ലോറിയാണ് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചത്. അതിനുശേഷമാണ് കുറച്ചുകൂടി ഈ പറയുന്ന രീതിയിലുള്ള പരിശോധന നടത്തുന്നതിലേക്ക്, വളരെ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നതിലേക്ക്, മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ഈ ദൗത്യസംഘം കടക്കുന്നത്. ഇന്നാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഏതായാലും അതൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നാവികസേനാംഗങ്ങൾ ഇപ്പോൾ ബോട്ടിൽ ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. കുറച്ചുകൂടി ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, ക്രെയിൻ ഉൾപ്പെടെയുള്ളവ വൈകാതെ തന്നെ എത്തിച്ചേരുകയും ചെയ്യും. നീലിമ, അതായത് ഇപ്പം നിലവിൽ 2 ബൂം എക്സ്കവേറ്ററും 2 ഡ്രോണുകളുമാണ് ഈ വലിയ ദൗത്യത്തിന്, ഈ നിർണായക നിമിഷങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ കൂടി എത്തുന്നതോടെ ഈ നദിയിലെ മണ്ണ്, ഈ ട്രക്കിൻ്റെ ഇരുവശത്തും ഈ വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഈ മൺകൂനകൾ നീക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി?
അങ്ങനെയല്ല നീലിമ, ആ മൺകൂന നീക്കാൻ കഴിയില്ല. അത് വളരെ ശ്രമകരമായ ജോലിയാണ്. അത് നദിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഉള്ളത്, ഉയർന്നു നിൽക്കുന്നത്. അതൊരു 45 മീറ്റർ തീരത്ത് നിന്ന് മാറിയാണ് അവിടെയല്ല ലോറി ഉള്ളത്. ഈ മൺകൂനയ്ക്കും തീരത്തിനും, അതായത് റോഡിനും ഈ അതിന് താഴെയുള്ള പുഴ തുടങ്ങുന്ന ഭാഗത്തിനും പിന്നീട് ഈ മൺകൂനയ്ക്കും നടുക്കുള്ള മധ്യഭാഗത്തായി ഒരു 20 മീറ്ററോളം മാറിയാണ് ലോറി ഉള്ളത്. ഈ മൺകൂനയാണെങ്കിൽ അല്പം കൂടി മാറി 40 മീറ്റർ അപ്പുറത്തേക്കാണ്. അത് മാറ്റണമെങ്കിൽ ഈ ഭൂമിന്റെ യന്ത്ര കൈകൾക്കൊന്നും കഴിയില്ല. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള വലിയ സാങ്കേതിക തികവോടുകൂടിയുള്ള പ്രവർത്തനത്തിലേക്ക് പോകേണ്ടി വരും. അതിനേതായാലും ഇപ്പോൾ ശ്രമിക്കുന്നില്ല. പകരം അതിന്റെ മധ്യഭാഗത്താണ് അർജുന്റെ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഈ ഭൂമിന്റെ യന്ത്ര കൈകൾക്ക് പൂർണ്ണമായും എത്താൻ കഴിയില്ല. എന്നാൽ പരമാവധി അതിന്റെ തീരത്ത് ആളുകൾക്ക് ഈ ദൗത്യ സംഘത്തിന് ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ചെളി മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഭൂമി യന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം കൂടി ഈ അവിടെ ഒരു തട്ട് പോലെ രൂപീകരിച്ച് ഇപ്പോൾ റോഡിൽ നിന്നാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. കുറച്ചുകൂടി പുഴയിലേക്ക് അവിടെ നിലയുറപ്പിക്കാൻ കല്ലുകളും മറ്റുമിട്ട് റോഡിൽ നിന്നും അല്പം കൂടി പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ള, അതായത് ഭൂമിന് ഇറങ്ങി നിൽക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അവിടെ മണ്ണൊരുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ നാവികസേന ഇപ്പോൾ ബോട്ടിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. നീലിമ, ഈ ട്രക്ക് കണ്ടെത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ തന്നെ പുഴയിലുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ മുകൾ തട്ടിൽ തന്നെ വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അടിയൊഴുക്കും അതിനേക്കാൾ വലിയ ശക്തമായ രീതിയിൽ ആയിരിക്കുമല്ലോ. ഇവർക്ക് ഇറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി നാവികസേന തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഈ ഒഴുക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ അവർക്കുണ്ട്. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഈ ഡൈവ് ചെയ്ത് അതിനകത്ത് എത്താനുള്ള സംവിധാനം നോക്കുന്നുണ്ട്. മാത്രമല്ല അത് ഇതുവരെയും അതിന്റെ പുരോഗതി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തതയില്ല. ഈ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് ഈ ഭാഗത്ത് നിയന്ത്രിച്ചു നിർത്താനുള്ള ചില ശ്രമങ്ങൾ കൂടി പല സാങ്കേതിക സംവിധാനങ്ങൾ. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ഒരു തരത്തിലും അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം ഒന്നുമല്ല അവിടെ. പക്ഷേ ഇന്നലെ കാർവാർ MLA പറഞ്ഞത് ഓരോ 3 മണിക്കൂറിലും അപ്ഡേഷൻസ് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് നൽകുമെന്നാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ ആ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടോ നമുക്ക്? നമ്മളിപ്പോൾ നൽകുന്ന വിവരങ്ങൾ നേരിട്ട് കാണുന്ന തത്സമയ വിവരങ്ങൾ തന്നെയാണ്. നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിലും വളരെ ദൂരെ മാറിയുള്ള ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ക്യാമറ സൂം ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. പക്ഷെ അവിടെ നടക്കുന്ന ആലോചനകളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി നിഗമനത്തിലെത്തി ചില കാര്യങ്ങൾ പറയുകയാണ്. അല്ലാതെ ഏത് തരത്തിലുള്ള ആലോചനകളാണ് അവിടെ നടക്കുന്നത് എന്നെ സംബന്ധിച്ച് വിവരം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കണം. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാനൊരു സംശയം പറഞ്ഞത്. ഈ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ പുരോഗതി എത്രയാണ് എന്നുള്ളത് അറിയില്ല. എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ പുഴയുടെ മുകൾ ഭാഗത്ത് നടത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അങ്ങനെ ഒരു അതായത് തടയണ കെട്ടിയും ചാലുകൾ കീറിയും ഈ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കിപ്പോൾ നിശ്ചയമില്ല, അല്ലേ? ഇല്ല, അത് അതിന്റെ അത്രയും വിദൂരതയിലേക്ക് നമുക്ക് എത്തില്ല. കാരണം അത് കുറച്ചുകൂടി മുകൾ ഭാഗത്തായിരിക്കും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ക്യാമറയിൽ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ കൃത്യമായും ഈ ലോറി കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് അറിയുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല അവിടെ എന്താണ് നടക്കുന്നത് പുരോഗതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളുമില്ല. പക്ഷേ ഇപ്പോൾ നൽകുന്ന തത്സമയ പുരോഗതി എന്ന് പറയുന്നത് ഈ നാവികസേനയുടെ ദൗത്യ സംഘത്തിന്റെ 3 ഡിങ്കി ബോട്ടുകൾ നദിയിലുണ്ട്. അവർ ഈ ലോറി ഇരിക്കുന്ന ഭാഗത്തിന്റെ അല്പം താഴ്ഭാഗത്ത് ഒരു 30 മീറ്ററോളം മാറി താഴെയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ലോറിയുടെ അടുത്തേക്ക് തന്നെ അതിന്റെ ചുറ്റുവട്ടമാണ് അവർ പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഭൂമിഷീൻ 2 എത്തിച്ചുകൊണ്ട് ഈ നദിയുടെ തീരത്ത് നിന്നും മണ്ണ് മാറ്റുകയും അവിടെ പ്രതലം ഒരുക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതാണ് പ്രധാനമായി നടക്കുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത് അടുത്ത ഇതിന്റെ പുരോഗതിയായി വരേണ്ട കാര്യം ഈ പുതിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിനടിയിലുള്ള ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഡ്രോൺ വെള്ളത്തിനടിയിലേക്ക് ഇറക്കി നടത്തുന്ന ഒരു പരിശോധനയാണ്. അത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് നടത്തേണ്ടത്. അതിന്റെ ഒരു ബാറ്ററി ഇവിടെ എത്തിച്ചേരാനുണ്ട്. അതിന്റെ മറ്റ് യന്ത്രഭാഗങ്ങളെല്ലാം ഇവിടെ മറ്റ് സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ബാറ്ററി വിമാനമാർഗം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ട്രെയിൻ മാർഗം ഗോവയിൽ എത്തിച്ച് അവിടെ നിന്നും റോഡ് മാർഗമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്
അത് എത്താനുള്ള ഒരു സമയമുണ്ട്. അത് എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ ദൗത്യത്തിന്റെ പുരോഗതി അതായിരിക്കും. ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ്. അതും നമുക്ക് തത്സമയം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ തിരച്ചിലിന്റെ പുരോഗതി എന്താണ് എന്നുള്ളത് നിലവിൽ ആ പരിശോധന ആരംഭിച്ചിട്ടില്ല. അതിന്റെ അടുത്ത ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ സ്കൂബ ഡൈവേഴ്സ് മുങ്ങൽ വിദഗ്ധർ മുങ്ങി ഈ പരിശോധന നടത്തുക, ലോറിയിലേക്ക് അടുത്തെത്തുക, ലോറിന്റെ ക്യാബിൻ കണ്ടുപിടിക്കുക, അവിടെ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക. ആ ഒരു ഘട്ടം കൂടി ഇനി പിന്നിടാനുണ്ട്. അതിനുവേണ്ടിയെല്ലാമുള്ള കാത്തിരിപ്പിലാണ് നീലിമ.